ഒരു കാലത്ത് നിരവധി എം.എൽ.എമാരും നിരവധി പഞ്ചായത്ത് പ്രസിഡന്റുമാരും കൊല്ലം കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനവുമൊക്കെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ആർ.എസ്.പി. ഇപ്പോൾ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പാർലമെന്റ് മെമ്പർ മാത്രമേയുള്ളൂ എന്ന് വ്യക്തമായി പറയാം. എൻ.കെ. പ്രേമചന്ദ്രൻ എന്ന രാഷ്ട്രീയ നേതാവിനെ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രം കേരള രാഷ്ട്രീയത്തിൽ തുടരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഈ പറയുന്ന ആർ.എസ്.പി. മാറിയിട്ട് ഏകദേശം 10 വർഷം കഴിയുന്നു. 2016 മുതൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കപ്പെട്ട പാർട്ടിയാണ് ആർ.എസ്.പി. 10 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴിതാ ഒരു ആർ.എസ്.പി. പ്രതിനിധി സംസ്ഥാന മന്ത്രിസഭയിലേക്ക് എത്താൻ പോകുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു ചെറിയ വ്യത്യാസം, ഷിബു ബേബി ജോണിൻ്റെയും എൻ.കെ. പ്രേമചന്ദ്രൻ്റെയും നേതൃത്വത്തിലുള്ള ഔദ്യോഗിക ആർ.എസ്.പി. പ്രതിനിധിയല്ല മന്ത്രിസഭയിൽ എത്തുന്നത് എന്നുള്ളതാണ്. ഈ പറയുന്ന വ്യക്തികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് മാറി നിന്ന് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കഴിവ് തെളിയിച്ച കോവൂർ കുഞ്ഞുമോൻ്റെ നേതൃത്വത്തിലുള്ള ആർ.എസ്.പി. ലെനിനിസ്റ്റ് ആണ് മന്ത്രിസഭയുടെ ഭാഗമാകാൻ പോകുന്നത്. വിശദമായി കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് ഈ ചെറിയ വീഡിയോ കൂടി ഒന്ന് കാണാം. പിന്നെ ആർ.എസ്.പിക്ക് അവകാശവാദം ഉന്നയിക്കുക ആർ.എസ്.പിയുടെ കൈവച്ച് വോട്ട് പോലും ഇല്ലല്ലോ. എം.എൽ.എ ഉണ്ടെങ്കിലല്ലേ വോട്ടുള്ളൂ. എം.എൽ.എ ഉണ്ടെങ്കിലല്ലേ വോട്ടുള്ളൂ. വോട്ട് പോലും ഇല്ലാതെ ഞങ്ങളെങ്ങനെയാണ് ആവശ്യം ഉന്നയിക്കുന്നത്? ഇല്ലാത്ത കാര്യം എന്തിനാണ് പറയുന്നത്? അതിമോഹം എന്ന് വേണമെങ്കിൽ അത് പറയാം. 2022 ഒരു വീഡിയോ ആണിത്. അന്ന് ആർ.എസ്.പിയുടെ എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക ആർ.എസ്.പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എ അസീസാണ് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഒരു വെറും സംസാരമല്ല. അദ്ദേഹം തൻ്റെ പാർട്ടിയെയും തന്നെയും ട്രോളുകയാണ്. അസീസിനോട് മാധ്യമപ്രവർത്തകർ രാജ്യസഭാ സീറ്റിന് അവകാശവാദം ഉന്നയിക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഉള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. കുറച്ചു കാലമായി ആർ.എസ്.പി. യു.ഡി.എഫിലാണല്ലോ. ലോക്സഭാ സീറ്റ് വേണമെന്നുള്ള ആവശ്യത്തിൻ്റെ പേരിലാണല്ലോ ഈ ആർ.എസ്.പി 2014 എൽ.ഡി.എഫ് വിട്ടത്. ഒരു ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാർട്ടിയായ ആർ.എസ്.പിക്ക് ലോക്സഭാ സീറ്റ് നൽകാൻ കഴിയില്ല എന്ന് എൽ.ഡി.എഫ് പറഞ്ഞു. ലോക്സഭാ സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ യു.ഡി.എഫിലേക്ക് പോകുമെന്ന് ആർ.എസ്.പിയും പറഞ്ഞു. പോയി. അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ആർ.എസ്.പി. സ്ഥാനാർത്ഥിയായി പ്രേമചന്ദ്രൻ മത്സരിക്കുന്നു. മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പ്രേമചന്ദ്രൻ തന്നെ കൊല്ലത്ത് ജയിച്ചു. പക്ഷേ യഥാർത്ഥ തമാശ എന്ന് പറയുന്നത് ഒരു ലോക്സഭാ സീറ്റിനു വേണ്ടി എൽ.ഡി.എഫ് വിട്ട ആർ.എസ്.പി. ഇപ്പോൾ ആ ലോക്സഭാ സീറ്റ് കൊണ്ട് മാത്രം കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പോകുന്ന ഒരു പാർട്ടിയായി മാറി എന്നുള്ളതാണ്. ഒരു എം.എൽ.എയോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റോ ഇക്കാലയളവിനുള്ളിൽ ആർ.എസ്.പിക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ്. ദേശീയ പാർട്ടി എന്ന പദവിയിൽ നിന്നും സംസ്ഥാന പാർട്ടിയായി മാറി അവിടെ നിന്നും ജില്ലാ പാർട്ടിയായ കേരളത്തിലെ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി മിക്കവാറും ആർ.എസ്.പി. ആയിരിക്കും. ഈ കാര്യങ്ങൾ വച്ചുകൊണ്ടാണ് എ അസീസ് സ്വന്തമായി ട്രോളിക്കൊണ്ട് അന്ന് ആ വീഡിയോയിലൂടെ രംഗത്തെത്തിയത്. ഇത്തരത്തിൽ ഗതികെട്ട ഒരു പാർട്ടിയായ തങ്ങൾക്ക്, അതായത് ആർ.എസ്.പിക്ക് എങ്ങനെ രാജ്യസഭാ സീറ്റ് യു.ഡി.എഫ് നൽകുമെന്നാണ് അസീസ് ചോദിക്കുന്നത്. 2019 മുതൽ തന്നെ ആർ.എസ്.പി. എൽ.ഡി.എഫിൽ പോകണം എന്ന ഒരു ആവശ്യം ഉയർന്നിരുന്നു. ആർ.എസ്.പിയിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഭൂരിപക്ഷം വരുന്ന അണികളുടെ ഭാഗത്തു നിന്നും ഈ ആവശ്യം നിരന്തരം ഉയരുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ആർ.എസ്.പി. എൽ.ഡി.എഫിലേക്ക് പോകേണ്ടതില്ല എന്നും യു.ഡി.എഫിൽ ഉറച്ചു നിൽക്കണം എന്നും ആവശ്യപ്പെട്ടത് എൻ.കെ. പ്രേമചന്ദ്രൻ മാത്രമായിരുന്നു. അതെന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരുപക്ഷെ കോൺഗ്രസിനോടുള്ള രാഷ്ട്രീയ വിരോധത്തേക്കാൾ CPM-കാർക്ക് പ്രേമചന്ദ്രനോടാണ് വിരോധം കൂടുതൽ വരിക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വിരോധം പ്രേമചന്ദ്രനോടാണ്, ആർ.എസ്.പി. എന്ന പാർട്ടിയോടല്ല. പാരമ്പര്യമായി രാഷ്ട്രീയ ശത്രുക്കൾ എന്ന ഒരു പദവി തന്നെയാണ് CPM-ഉം കോൺഗ്രസും ഈ പരസ്പരം നൽകിയിരിക്കുന്നത്. മറ്റു രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ രണ്ടു കൂട്ടർക്കും അതിന് താഴെ വരൂ. കാരണം മുന്നണികൾക്ക് നേതൃത്വം കൊടുക്കുന്നത് CPM-ഉം കോൺഗ്രസുമാണ്. മുന്നണിയിലെ മറ്റു ഘടകകക്ഷികൾ പരസ്പരം മുന്നണി മാറേണ്ട സാഹചര്യമുണ്ടായാൽ സ്വാഭാവികമായും ഇതുവരെയുള്ള ശത്രു മിത്രമാകും, ഇതുവരെയുള്ള മിത്രം ശത്രുവുമാകും. അതുകൊണ്ട് യഥാർത്ഥ വിരോധം മുന്നണികളെ നയിക്കുന്ന പാർട്ടികൾ തമ്മിലായിരിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ CPM-നെ സംബന്ധിച്ച് കോൺഗ്രസിനോടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ വിരോധം ഇപ്പോൾ ആർ.എസ്.പിയോടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രേമചന്ദ്രൻ എന്ന ആർ.എസ്.പി. നേതാവിനോട്. ഒരു ഉപാധിയുമില്ലാതെ ആർ.എസ്.പി. എൽ.ഡി.എഫിലേക്ക് വീണ്ടും കടന്നു വരികയാണെങ്കിലും പ്രേമചന്ദ്രൻ ആ പാർട്ടിയിലുണ്ടെങ്കിൽ ഒരിക്കലും ആർ.എസ്.പിക്ക് എൽ.ഡി.എഫിൽ പ്രവേശനം ലഭിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. യു.ഡി.എഫിൽ എത്തിയതിനു ശേഷം കഷ്ടകാലം മാത്രമുള്ള ആർ.എസ്.പിക്ക് ആശ്വസിക്കാൻ കിട്ടുന്ന ഒരേ ഒരു സമയം ലോക്സഭാ തിരഞ്ഞെടുപ്പ് മാത്രമാണ്. പക്ഷേ നേതാക്കൾക്ക് ആശ്വസിക്കാമെങ്കിലും അണികൾക്കിടയിൽ വലിയ അമർഷം ഉയരുന്നുണ്ട്. ഗതികെട്ട പ്രേതമായി ചവറയിൽ അലയുന്ന പ്രേമചന്ദ്രൻ്റെ നേതൃത്വത്തിലുള്ള ആർ.എസ്.പിയുടെ തലയിൽ ഇപ്പോഴിതാ ഇരുട്ടടി അടിച്ചിരിക്കുകയാണ് CPM.
ഇനി മറ്റൊരു വാർത്തയിലേക്ക് വരാം. സംസ്ഥാന മന്ത്രിസഭ ഉടൻ പുനഃസംഘടിപ്പിച്ചേക്കുമെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ 2 വലിയ തെരഞ്ഞെടുപ്പുകളാണ് നടക്കാനുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെ നിശ്ചയിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും സംസ്ഥാനം ഇനി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും. ഈ തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് സംസ്ഥാന മന്ത്രിസഭയിൽ ചില മാറ്റങ്ങൾ വരുത്തണമെന്നും അതുവഴി സംസ്ഥാന സർക്കാരിനും LDFനും നേട്ടമുണ്ടാക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും ആണ് LDFിൽ ധാരണയായിട്ടുള്ളത്. അതിന് പ്രകാരമാണ് മന്ത്രിസഭയിൽ പുനഃസംഘടന നടക്കാൻ പോകുന്നത് എന്നാണ് വിവരം. കുറച്ചു നാളായി ഇത്തരത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ടെങ്കിലും തീരെ അപ്രതീക്ഷിതമായി മുൻ MLA എ പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിതനായതോടെയാണ് മന്ത്രിസഭാ പുനഃസംഘടനയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നീക്കങ്ങൾ ആരംഭിച്ചു എന്ന സൂചനകൾ ലഭിക്കുന്നത്. ഈ പുറത്തുവരുന്ന സൂചനകൾ പ്രകാരം മുഹമ്മദ് റിയാസ്, സജി ചെറിയാൻ എന്നിവരെ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കിയേക്കുമെന്നാണ് വിവരം. ഇവരുടെ മണ്ഡലങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ കേന്ദ്രീകരിച്ച് ഇവർക്ക് സംഘടനാ ചുമതല നൽകാനാണ് ഇപ്പോൾ CPM നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് വിവരങ്ങൾ. അതേസമയം പുറത്തുവരുന്ന മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത് RFP ലെനിസ്റ്റ് പാർട്ടിയുടെ നേതാവും കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിലെ MLAയുമായ കോവൂർ കുഞ്ഞുമോന് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാന മന്ത്രിസഭയിൽ ഒരു RSP പ്രതിനിധി എത്തുന്നു എന്നുള്ള പ്രത്യേകതയും ഈ മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കുണ്ടാകും. കൊല്ലം ജില്ല കേന്ദ്രീകരിച്ചുള്ള ഈ രാഷ്ട്രീയ നീക്കത്തിലൂടെ സംസ്ഥാനത്ത് നിലവിലുള്ള 2 RSPകളുടെയും ഭാവി നിർണ്ണയിക്കുന്ന തന്ത്രപ്രധാനമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ LDFിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് ഉറപ്പാണ്. 3-ാം ഊഴത്തിലും അധികാരം പിടിക്കാൻ ലക്ഷ്യമിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശക്തമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തിയേക്കുമെന്ന തരത്തിൽ നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിലൊന്നാണ് മന്ത്രിസഭാ പുനഃസംഘടന എന്നുള്ള കാര്യവും ഉറപ്പാണ്. റിയാസിനെയും സജി ചെറിയാനെയും മന്ത്രിസ്ഥാനത്തു നിന്ന് നീക്കി പാർട്ടിയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാനാണ് ഇപ്പോൾ CPM ലക്ഷ്യമിടുന്നത്. ഇലക്ഷൻ വിജയം ലക്ഷ്യമിട്ടുള്ള ഉത്തരവാദിത്തങ്ങളായിരിക്കും ഇവരെ ഏൽപ്പിക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. DYFI പ്രതിനിധി എന്ന നിലയിലാണ് റിയാസ് മന്ത്രിസഭയിലേക്ക് എത്തിയതെങ്കിലും പ്രവൃത്തി പരിചയമുള്ള മുതിർന്ന നേതാക്കളിൽ പലരെയും ഒഴിവാക്കിയാണ് മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കിയതെന്ന് പ്രതിപക്ഷ നിരകളിൽ നിന്നും ആക്ഷേപം നിരന്തരം ഉയരുന്നുണ്ട്. അത്തരം ആരോപണങ്ങളുടെ മുനയൊഴിച്ച് ക്ലീൻ ഇമേജുമായി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ മന്ത്രിസഭാ പുനഃസംഘടനയിലൂടെ ലക്ഷ്യമിടാൻ CPM ഉദ്ദേശിക്കുന്നത്. സാമുദായിക സന്തുലനവും 2027 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മന്ത്രിസഭയിലേക്ക് പല പുതുമുഖങ്ങളും ഉൾപ്പെട്ടേക്കുമെന്നുള്ള സൂചനകളും LDF കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഈ അടുത്ത് സാമുദായിക സന്തുലനം പാലിച്ച് കോൺഗ്രസ് പാർട്ടി നേതൃത്വം പുനഃസംഘടിപ്പിച്ചിരുന്നു. ഇതിന് കൃത്യമായുള്ള മറുപടി ആയിരിക്കുമ്പോൾ മന്ത്രിസഭാ പുനഃസംഘടനയിലൂടെ CPM ലക്ഷ്യമിടുന്നതെന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട്. തുടർച്ചയായി 5-ാം തവണയും കുന്നത്തൂരിൽ വിജയിച്ചു കയറിയ കോവൂർ കുഞ്ഞുമോൻ സർവോപരി കൊല്ലം ജില്ലയിലെ ഏക സംവരണ മണ്ഡലത്തിൽ നിന്നുള്ള MLA കൂടിയാണ്. 2001 മുതൽ കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ സംവരണ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി വിജയിച്ചു വരുന്ന കുഞ്ഞുമോൻ ഈ സംവരണ മണ്ഡലത്തെ ഇടതുമുന്നണിയോട് ചേർത്ത് നിർത്തുന്നതിൽ വലിയ പങ്കാണ് വഹിക്കുന്നത്. 1970 മുതൽ RSP മത്സരിച്ചു പോരുന്ന കുന്നത്തൂരിൽ 2001 പന്തളം സുധാകരനെ തൻ്റെ കന്നിയംഗത്തിൽ തന്നെ തോൽപ്പിച്ചുകൊണ്ടാണ് കോവൂർ കുഞ്ഞുമോൻ കേരള നിയമസഭയിൽ ഇടതുപക്ഷ MLAയായി രംഗപ്രവേശം ചെയ്യുന്നത്. 2006-ലും 2011-ലും വിജയം ആവർത്തിച്ചു. 2016-ൽ RSP UDFിലേക്ക് ചേക്കേറിയപ്പോൾ LDFിൽ തന്നെ നിലകൊണ്ട കുഞ്ഞുമോൻ RSP ലെനിനിസ്റ്റ് എന്ന പാർട്ടി രൂപീകരിച്ചാണ് മത്സരിച്ചതും വിജയിച്ചത്. തുടർന്ന് 2021-ലും RSP ലെനിനിസ്റ്റ് സ്ഥാനാർത്ഥിയായി തന്നെ മത്സരിച്ച് വിജയിച്ചു. പക്ഷെ ഒരിക്കൽ പോലും LDF വിടുമെന്ന ഒരു വിലപേശൽ കുഞ്ഞുമോൻ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. LDFിനൊപ്പം തന്നെ ഉറച്ചു നിൽക്കുമെന്ന് പലതവണ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. 2001 മുതൽ തുടർച്ചയായി കുന്നത്തൂർ സംവരണ മണ്ഡലത്തെ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന കുഞ്ഞുമോൻ ഇപ്പോൾ 5-ാം തവണയാണ് MLAയായി നിയമസഭയിലിരിക്കുന്നത്. ഇതിനിടെ മുന്നണിയിലെ പല ഏകാംഗ പാർട്ടികളെയും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ച ഇടതുമുന്നണി കുഞ്ഞുമോനെ ഒരിക്കൽ പോലും പരിഗണിച്ചില്ല എന്നുള്ളതും ചർച്ചയായിരുന്നു. 5 തവണയായി ഇടതുപക്ഷ MLA ആയിരിക്കുന്ന കോവൂർ കുഞ്ഞുമോന് മന്ത്രിസ്ഥാനം നൽകണമെന്ന് 1-2 തവണ RSP ലെനിനിസ്റ്റ് ഇടതുമുന്നണിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ മന്ത്രിസഭാ പുനഃസംഘടനയിലും കോവൂർ കുഞ്ഞുമോൻ മാറ്റി നിർത്തപ്പെട്ടു. ഗണേഷ് കുമാറിനും രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും മന്ത്രിസ്ഥാനം ലഭിച്ചെങ്കിലും കുഞ്ഞുമോന് ഏകാംഗ MLAയായി മാത്രം തുടരാനായിരുന്നു വിധി. കുഞ്ഞുമോനെ മാറ്റി നിർത്തുന്നത് ശരിയല്ല എന്ന് വ്യക്തമായതുകൊണ്ട് തന്നെയാണ് LDF ഇപ്പോൾ പുതിയ നീക്കങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രേമചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള RSPക്ക് മറുപടി നൽകുക എന്നുള്ളത് തന്നെയാണ് കോവൂർ കുഞ്ഞുമോനെ മന്ത്രിയാക്കുന്നതിലൂടെ LDF പ്രത്യേകിച്ചും CPM ലക്ഷ്യമിടുന്നത്. മാത്രമല്ല കോവൂർ കുഞ്ഞുമോന് RSP പ്രതിനിധി എന്ന നിലയിൽ മന്ത്രിസ്ഥാനം നൽകിയാൽ അത് കൊല്ലം ജില്ലയിലെ RSPയിൽ വലിയ മാറ്റമുണ്ടാക്കുമെന്നും CPM കരുതുന്നുണ്ട്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ അധികാരമുള്ള ഒരേ ഒരു RSPയാണ് നിലവിലിപ്പോൾ കോവൂർ കുഞ്ഞുമോൻ്റെ പാർട്ടി.
വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോവൂർ കുഞ്ഞുമോൻ്റെ RSPയെ CPM സഹായത്തോടെ വിപുലീകരിച്ച് NK പ്രേമചന്ദ്രൻ്റെയും ഷിബു ബേബി ജോണിൻ്റെയും നേതൃത്വത്തിലുള്ള RSPക്ക് മുകളിലേക്ക് എത്തിക്കുക എന്ന ഗൂഢലക്ഷ്യവും CPMനുണ്ട്. 2 RSPകളിലും സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടി ഏതാണെന്നുള്ള തിരിച്ചറിവ് RSP പാർട്ടികളിലെ അണികൾക്കുണ്ടാകുമെന്നും കാലങ്ങളായി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന കോവൂർ കുഞ്ഞുമോൻ്റെ പാർട്ടിയുടെ ജനസ്വാധീനം കൂടുമെന്നും CPM കണക്കാക്കുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ പ്രേമചന്ദ്രൻ്റെ RSPയെ വെല്ലുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിലുള്ള രാഷ്ട്രീയ പാർട്ടിയാക്കി കോവൂർ കുഞ്ഞുമോൻ്റെ RSPയെ മാറ്റുക എന്ന ഉദ്ദേശവും CPMൻ്റെ ഈ നീക്കങ്ങൾക്ക് പിന്നിലുണ്ട് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു.